എന്തായാലും പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചെന്ന് ഭാരതം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല സേനകൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരിച്ചടിക്കാൻ. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ കരാർ ലംഘിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടെ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിച്ചിരിക്കുന്നു. പാക് നടപടി അപലപിച്ച ഭാരതം ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രവുമല്ല BSFന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യം വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചെന്ന വിവരം ഒമർ അബ്ദുള്ള നേരത്തെ സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും സേനകളെ DGM ഒമർ വീണ്ടും സംഭാഷണം നടത്തി. പാകിസ്ഥാന്റെ നടപടിയോട് സംയമനത്തോടെയാണ് ഭാരതം പ്രതിരോധിച്ചിരുന്നത്. ഐസൻ ജോസിലേക്ക് കൂടി എത്തുമ്പോൾ പാകിസ്ഥാന്റെ DGMOയെ വിളിച്ച വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ നിലയിൽ പ്രകോപനം തുടരുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നു. അത് തന്നെയാണ് നടപടിക്രമം. ദേവിക, നമുക്ക് അറിയാവുന്നതാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ വിഭാഗത്തിൽ അവരാണ് ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ ആ ചർച്ചകളിലാണ്, ടെലിഫോൺ സംഭാഷണത്തിലാണ് വെടിനിർത്തൽ ധാരണ ഉണ്ടായത്. 3:35 കൂടി നടന്ന ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 5 മണി മുതൽ വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്തത്. പക്ഷേ ആ വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നതിനുള്ള നീക്കം കൃത്യമായി പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായി ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ഈ വിഷയം കൃത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻ കൃത്യമായി മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ അറിയിക്കുകയും ചെയ്തത്. ഈ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തീർച്ചയായും ഇനി നിലവിലെ സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ ധാരണയെ ലംഘിക്കുന്നതിനുള്ള വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാൻ്റെ നീക്കത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ പല ഇടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പലയിടങ്ങളിലും അതുപോലെ ഇത്തരത്തിലുള്ള സീസ് ഫയർ ലംഘനം ഉണ്ടായിരിക്കുന്നു. 11 ഇടങ്ങളിൽ സീസ് ഫയർ വയലേഷൻ ഉണ്ടായി എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. 11 ഇടങ്ങളിൽ സീസ് ഫയർ ലംഘനം അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു. ഉധംപൂർ, അഖ്നൂർ, നൗഷേറ, പൂഞ്ച്, അതുപോലെ തന്നെ രജൗരി, മണ്ഡേധർ, ജമ്മു, സുന്ദർബൻ, ആർഎസ്പുര, അതുപോലെ തന്നെ കത്വ മേഖലകൾ, ആ മേഖലകളിലെല്ലാം തന്നെ വൻതോതിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച ഒരു പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഭാരതം ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് ഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വെടിനിർത്തൽ ധാരണയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും തീർത്തും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം, വെടിനിർത്തൽ തുടരുന്നതിനെ തീർത്തും അനുകൂലമല്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട പല നടപടിക്രമങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ചില മൗലിക സംഘടനകൾ, അതായത് ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത് ഈ സീസ് ഫയർ ലംഘനം അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ധാരണ ലംഘിക്കേണ്ടത് ആവശ്യമായ ചില ഭീകര സ്വഭാവമുള്ള സംഘടനകൾ. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ചിരിക്കുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. വെടിനിർത്തൽ പാലിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്നതെന്നും ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫോണിലാണ് അജിത് ഡോവലിനെ ബന്ധപ്പെട്ടത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. തീർച്ചയായും വാങ് യി ഉൾപ്പെടെയുള്ളവർ, അതായത് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഇത്തരത്തിൽ എല്ലാ വിദേശകാര്യമന്ത്രിമാരുമായും ചർച്ചകൾ നടത്തുകയും അല്ലെങ്കിൽ അവരുടെ കൗണ്ടർ പാർട്ടുമായും കൃത്യമായി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാങ് യിയുടെ ടെലിഫോൺ സംഭാഷണം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. ഭാരതവും ചൈനയുമായി കൃത്യമായ വെടിനിർത്തൽ ധാരണയും സേനാ പിന്മാറ്റവും നടപ്പാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയിലൂടെ പോകേണ്ടതിൻ്റെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യങ്ങളാണ് എന്നത് തന്നെയാണ് ഈ ചൈന ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നതിനും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ സാധ്യമാകുന്നുവെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ളൊരു നീക്കങ്ങൾ നടത്താമെന്ന ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ധാരണ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും അതുപോലെ തന്നെ ഭാരതവും. അതുപോലെ തന്നെ അത് സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ ഉഭയകക്ഷി ചർച്ചകളും പ്രതിനിധിതല ചർച്ചകളും എല്ലാം നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധിയായ യോഗത്തിൻ്റെ ഭാഗമാകുന്ന വ്യക്തി കൂടിയാണ്
അജിത് ഡോവൽ അഥവാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി വിദേശകാര്യമന്ത്രിയുടെ ചർച്ച സുപ്രധാനമാണ്, ഏറെ ഗൗരവമർഹിക്കുന്നതുമാണ്. അത് ഒരു പരിധിവരെ പാകിസ്ഥാനെ മുന്നറിയിപ്പ് നൽകാനുള്ള ചൈനയുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയായിരിക്കാം. ഒരുപക്ഷെ ചൈന ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. പാകിസ്ഥാനോട് വെടിനിർത്തൽ ലംഘനം തുടരുന്നത് ഗുണകരമല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തിലേതെങ്കിലും നടപടികൾ, ഭീകരതയ്ക്കെതിരായ ശക്തമായ നിലപാടാണ് തങ്ങളുടെ രാജ്യവും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അല്പസമയം മുമ്പ് അതായത് വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളിൽ ഭാരതത്തോടൊപ്പം നിൽക്കുന്ന ചൈനയുടെ വിദേശകാര്യമന്ത്രി ഭാരതത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവുമായി സംസാരിച്ചിരിക്കുന്നു എന്നത് ഗൗരവമേറിയ ചില ചർച്ചകളിലേക്കും നടപടികളിലേക്കും നീങ്ങുന്നതിൻ്റെ സൂചകമായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ശരി, അതോടൊപ്പം തന്നെ ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നഗ്രോദയിലെ ഭീകരാക്രമണം സൈന്യം സ്ഥിരീകരിച്ചു എന്നത്. ഭീകരരുമായി വെടിവയ്പ് ഉണ്ടായതായും വൈറ്റ് നൈറ്റ് കോപ്സ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സംശയകരമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജാഗ്രത തുടരുന്നതിനിടെ വെടിവയ്പ് ഉണ്ടാവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഭീകരർക്കായി തിരച്ചിൽ അവിടെ തുടരുകയാണ്. ഐസൺ, തീർച്ചയായും ഭീകരർക്കെതിരായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരർ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാവേർ ആക്രമണമാണ് ഉണ്ടായത് എന്ന സൂചനയാണ് നേരത്തെ നമുക്ക് ലഭ്യമാവുകയും ചെയ്തത്. ആ സൂചനയിൽ തന്നെ സ്ഥിരീകരിക്കുന്ന പല സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭീകരരുടെ സാന്നിധ്യം ആ പരിസരത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യം ആ പരിസരത്തുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവരെ കണ്ടെത്തി അവരെ നിയമ നടപടികൾക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ശക്തമായ നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ തള്ളിക്കളയാനാവാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന, ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ സൂചനകളനുസരിച്ച് നഗ്രോട്ടയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില പുതിയ സംഭവവികാസങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ ചിലയിടത്തങ്ങളിൽ ലക്ഷ്യം കണ്ടു എന്ന ചില സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ ബഹവൽപൂരിലും ഇതുപോലെ ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച തുടർ സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ആക്രമണം പലയിടങ്ങളിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 11 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിരിക്കുന്നു. അത് തന്ത്രപ്രധാനമായ മേഖലകളിലാണ് നടന്നിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നസങ്കീർണമായ കാര്യങ്ങളിലേക്ക് സംഭവവികാസങ്ങൾ നീങ്ങുന്നു എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി, എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നു സൈന്യം ഈ ഒരു വിഷയം. മാത്രമല്ല ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് എന്ന് സൈന്യം അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നഗ്രോത്തയിലെ വെടിവയ്പിൽ സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നു. മാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എന്നൊരു റിപ്പോർട്ട് കൂടി ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ട്. വെടിനിർത്തൽ പാലിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്നതെന്നും ചൈന ഫോണിൽ അജിത് ഡോവലിനെ ബന്ധപ്പെട്ട് അറിയിച്ചു എന്ന ചില വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. ഐസൻ, ഈ ഒരു ഘട്ടത്തിലും ഈ അർദ്ധരാത്രിയിലും അതിർത്തിയിൽ കാവലായി ഭാരത സൈന്യമുണ്ട്. മാത്രമല്ല സേന സജ്ജമാണ് എന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ മണിക്കൂറിൽ പങ്കുവച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കടക്കാതെ അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി എന്ന ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഭാരതം ഇപ്പോഴും അറിയിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരെ പ്രകോപനം ഉണ്ടാവുന്നു. ജമ്മു കശ്മീരിലടക്കം തുടരെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാവുകയാണ്. പക്ഷേ നിയന്ത്രണ രേഖയ്ക്ക് അകത്തേക്ക് പാകിസ്ഥാൻ കടന്നിട്ടില്ല. പക്ഷേ അതിർത്തിക്ക് സമീപം ഡ്രോണുകൾ പറത്തിയടക്കം കൂടുതൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ മറ്റൊരു സുപ്രധാനമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നഗ്രോട്ടയിൽ വീണ്ടും വെടിവെപ്പ് നടക്കുന്നു എന്നൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അത് തീർച്ചയായും ഈ സൈനികനെ അവിടെ കടന്നു കയറിയ ഒരു ഭീകരനുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആ കടന്നു കയറിയ ഭീകരനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുമ്പോൾ ചില സംഭവവികാസങ്ങൾ എന്നെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും.
സാധിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ആക്രമണത്തിനുള്ള ഒരു കോപ്പുകൂട്ടൽ ഉണ്ടാകുന്നു എന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ച പ്രദേശങ്ങളിൽ കൃത്യമായ ചില സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളനുസരിച്ച് വീണ്ടും ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കങ്ങൾ തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന സൂചനകൾ തന്നെ തുടർച്ചയായി വരികയും ചെയ്യുന്നുണ്ട്. അംബാലയിൽ ഇത്തരത്തിലെന്തോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അംബാലയിൽ എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു സൂചന ഇപ്പോൾ വളരെ കൃത്യമായി വരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ്റെ നീക്കത്തിനെതിരെ കൃത്യമായൊരു സൈനിക വിന്യാസം നടത്തുന്നതിനുള്ള ചില നീക്കങ്ങളും ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഭാരത സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം നടക്കുകയാണെങ്കിൽ, അത് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. നഗ്രോത്തയിലെ വെടിവെപ്പിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇപ്പോഴും വെടിവെപ്പ് തുടരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇനിയും വരണം. സൈന്യം എന്തായാലും ഇത്തരത്തിലൊരു വെടിവെപ്പ് നടന്നു എന്ന സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ട് എന്ന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അജിത് ഡോവലുമായി സംസാരിക്കുന്നു. ശരി, ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, അവിടെ നിന്ന് വളരെ സുപ്രധാനമായ എന്തോ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. നഗ്രോത്തയിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും നഗ്രോത്തയിൽ തെരച്ചിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിഷയം വരുന്നത് അവിടെ, അതായത് അംബാലയിൽ, ഹരിയാനയിലെ സൈനിക കേന്ദ്രത്തിൽ, എയർഫോഴ്സ് സ്റ്റേഷനിൽ, അത് നമുക്കറിയാവുന്നതാണ്, വലിയ വിമാനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്ന ശക്തമായൊരു എയർഫോഴ്സ് സ്റ്റേഷനാണ് അംബാലയിലുള്ളത്. അംബാലയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ അംബാലയിൽ ബ്ലാക്കൗട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു സൂചനയാണ് വന്നിരിക്കുന്നത്. അതായത് അംബാലയിൽ എന്തോ ഒരു അനിഷ്ട സംഭവം നടന്നിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. അംബാലയിൽ ബ്ലാക്കൗട്ട് നൽകിയിരിക്കുന്നു. അംബാലയിലെ ബ്ലാക്കൗട്ട് നൽകിയ ചില ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അംബാലയിൽ ബ്ലാക്കൗട്ട് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അംബാല എയർഫോഴ്സ് സ്റ്റേഷനെ ആക്രമിക്കാനുള്ളൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അംബാലയുടെ പ്രത്യേകത നിരീക്ഷിക്കുകയാണെങ്കിൽ, അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ ഏറ്റവും സുപ്രധാനമായ പ്രത്യേകതയുള്ളത് ഭാരതത്തിൻ്റെ സിങ്ക്രണൈസ്ഡായ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഒരേ ചരടിൽ കോർത്ത ആക്രമണങ്ങൾ നടത്തുന്ന വ്യോമാക്രമണത്തിൻ്റെ ഒരു നെറ്റ്വർക്ക് സംവിധാനം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രീകൃത സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അംബാല എയർബേസ് എന്നുള്ളത്, അല്ലെങ്കിൽ എയർ കമാൻഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അംബാലയ്ക്ക് നേരെ ചില ആക്രമണത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ പഠാൻകോട്ടിൽ നേരത്തെ നടന്നതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നഗ്രോട്ടയിൽ നടന്നതുപോലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ബ്ലാക്കൗട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് വീണ്ടും കലുഷിതമാക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ വീണ്ടും സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നു, അല്ലെങ്കിൽ ഒരു സങ്കീർണാവസ്ഥയിലേക്ക് രാജ്യം പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ആക്രമണത്തിനുള്ള സാധ്യത, തുടരാക്രമണത്തിനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ വെടിനിർത്തൽ ധാരണ പൂർണ്ണമായും നിലനിൽക്കുന്നതിനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സൂചനകൾ അനുസരിച്ച്, നിലവിലെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് കൃത്യമായൊരു ആക്രമണ പദ്ധതി ഈ നിലവിലെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെടിനിർത്തൽ ലംഘനം നടത്തുന്നതിൻ്റെ ഭാഗമായി, വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ആസൂത്രണം നടന്നിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മറ്റു ചില വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നത്, പാകിസ്ഥാനിൽ നിന്നും ചില വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അല്പസമയത്തിനകം പാകിസ്ഥാനിലെ ഇത് സംബന്ധിച്ച ചില സംഭവവികാസങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില സൂചനകളെല്ലാം തന്നെ വരുന്നത്, ഈ വെടിനിർത്തൽ ധാരണയുടെ ലംഘനം, തുടർച്ചയായ വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത് പിന്നിൽ കൃത്യമായൊരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ വെടിനിർത്തൽ വരെ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നടപ്പാക്കിയതാണോ എന്ന സംശയം പോലും പ്രകടിപ്പിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്.
അതെ, അങ്ങനെ തന്നെയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ള ഒരു സാഹചര്യം ലോകം തന്നെ, അത് ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ചൈന, ഐസൻ ജോസ്, നമ്മൾ മനസ്സിലാക്കുന്നത് ചൈന, നമ്മളുടെ ചൈനീസ് വിദേശകാര്യമന്ത്രി, നമ്മുടെ സൈനിക ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചൈന, നമ്മൾക്കറിയാം, പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാന് പിന്തുണ നൽകുന്ന, സ്വന്തം ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളൊന്നാണ് ചൈന. കഴിഞ്ഞ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ ആ ഘട്ടത്തിൽ പോലും പാകിസ്ഥാന് അനുകൂലമായ തരത്തിൽ പ്രസ്താവന നടത്തുകയും അവരെ പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രമാണ് ചൈന. അപ്പോൾ ചൈന നേരത്തെ അമേരിക്കയാണ് ഇക്കാര്യത്തിൽ ഈ ഒരു വെടിനിർത്തൽ കരാറിന് ഇടപെട്ടു എന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അമേരിക്കയെ കൂടി സമീപിച്ചാണ് ഭാരതത്തിനെ കയ്യും കാലും പിടിച്ച് വെടിനിർത്തലിലേക്ക് പോയത്. എന്നിട്ട് അവർ ആ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചു. അവർ പറഞ്ഞ വാക്കുകളെല്ലാം ലംഘിച്ച് ചതിപ്രയോഗത്തിലൂടെ ഈ രാത്രിയിൽ അവർ വീണ്ടും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ, നമ്മുടെ സൈനിക താവളങ്ങളിൽ ഒക്കെ അവർ മിന്നലാക്രമണം നടത്തുകയാണ് ചെയ്തത്. പക്ഷേ ഭാരതത്തിന് അത് ചെറുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഘട്ടത്തിൽ ചൈന നമ്മുടെ സൈനിക ഉപദേഷ്ടാവുമായി സംസാരിക്കുന്നത് വീണ്ടും പാകിസ്ഥാന് ഈ വെടിനിർത്തൽ വീണ്ടും നടപ്പാക്കാൻ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരാനുള്ളൊരു ശ്രമം അവർ വീണ്ടും നടത്തുകയാണോ? എന്തായാലും ചതിയാണ് അവർ കാണിക്കുന്നത്. ചൈന സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഐസൻ ജോസ്? തീർച്ചയായും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള നിലവിലെ സാഹചര്യത്തിലെ ഒരു മറുപടി എന്ന് പറയുന്നത്, പാകിസ്ഥാൻ നടത്തുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് നേരത്തെ ചൈന കൃത്യമായ മറുപടിയായി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചൈന നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചൈന പാകിസ്ഥാൻ നടത്തുന്ന ഭീകരതയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് കൃത്യമായി പറയുമ്പോഴും പഹൽഗാം ആക്രമണത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പാകിസ്ഥാൻ. ആ ആവശ്യത്തിന് അംഗീകരിച്ച ഒന്നോ രണ്ടോ രാജ്യങ്ങളിലൊന്നാണ് ചൈന എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നൊരു നിലപാട് ഭീകരവിരുദ്ധ നിലപാട് തന്നെയാണ് എങ്കിൽ കൂടി അത് ശക്തമായൊരു നിലപാട്, കൃത്യമായൊരു നിലപാടും, അതുപോലെ തന്നെ പാകിസ്ഥാനെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാടുമല്ല എന്നതാണ് ഏറെ ആശങ്ക ഉളവാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് അല്പസമയം മുമ്പ് വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഫോണിൽ ചർച്ചകൾ നടത്തിയെന്ന വിവരങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ചില വസ്തുതകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ചില വിഷയങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും ചില നടപടികളിലേക്ക് ഭാരതം നീങ്ങുന്നു എന്നല്ലെങ്കിൽ ചൈന ഭാരതത്തിന് പിന്തുണ നൽകുന്ന ചില നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതെ, വിനോദ്, ചൈന സംസാരിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ വെടിനിർത്തൽ അല്ലെങ്കിൽ സമ്പൂർണ്ണമായ സമാധാനത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ആയതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു ഘട്ടത്തിൽ സംസാരിച്ച് ഇരു രാജ്യങ്ങളും, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനിച്ചാൽ പിന്നീട് അതിനകത്ത് ചതിപ്രയോഗം നടത്തുന്നത് ശരിയല്ല. അയൽപക്ക രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ്, ഏത് ഘട്ടത്തിലും ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ, ഇരു രാജ്യങ്ങളിലും സമാധാനം പുലരാനുള്ളൊരു ശ്രമം ഏതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് അനുകൂലമായ സമീപനം തന്നെയാണ് ഭാരതം കൈക്കൊള്ളുന്നത്. ഏകപക്ഷീയമായി ഇത്തരത്തിൽ ആക്രമിച്ചേ മതിയാകൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന ഒരു മർക്കട പുഷ്ടിയൊന്നും ഭാരതത്തിനില്ല. സമാധാനമെങ്കിൽ സമാധാനം. പക്ഷേ ഭീകരാക്രമണമാണ് വീണ്ടും നടത്തുന്നതെങ്കിൽ, പാകിസ്ഥാൻ്റെ സൈനിക ആക്രമണമാണ് എന്ന് കരുതി തന്നെ കൃത്യമായി മറുപടി നൽകുമെന്ന് ആ വെടിനിർത്തൽ കരാർ വേളയിലും ഭാരതം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതാണ്. ഇതെല്ലാം മനസ്സിലാക്കി ഭാരതത്തിന് കൃത്യമായി തിരിച്ചടിക്കാൻ ശേഷിയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഈ രാത്രിയുടെ മറവിൽ പാകിസ്ഥാൻ നമ്മളുടെ സൈനിക താവളങ്ങൾ കേന്ദ്രമാക്കി, നമ്മുടെ ആരാധനാലയങ്ങൾ കേന്ദ്രമാക്കി ഒക്കെ അവരുടെ സൈനിക ആക്രമണത്തിന് പദ്ധതിയിടുന്നത്. ചിലയിടങ്ങളിൽ അത് നമ്മളുടെ ചില വിലപ്പെട്ട ജീവനുകളെ നഷ്ടപ്പെടുത്താനും കാരണമായിട്ടുണ്ട്. അതായത് BSFിലെ ഒരു ധീര സൈനികൻ ഈ ഘട്ടത്തിൽ വീരമൃത്യു വരിച്ച കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 7ഓളം BSF ജവാന്മാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട്
പാകിസ്ഥാന് ഇതുകൊണ്ടൊന്നും മതിയാവുന്നില്ല. മതിയായ തിരിച്ചടി നൽകിയാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടൂ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാത്രിയുടെ മറവിൽ ഇത്തരത്തിൽ ചതിപ്രയോഗം നടത്തുന്ന പാകിസ്ഥാൻ ചൈനയെ ഉപയോഗിച്ച് വീണ്ടും ഒരു സമാധാനത്തിന് ശ്രമം നടത്തുന്നു എന്നുള്ള, അല്ലെങ്കിൽ നടത്താനാണ് സാധ്യത. കാരണം ചൈന പാകിസ്ഥാനുമായി ഏറെ സൗഹൃദം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ചൈന ഇക്കാര്യത്തിൽ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും ചില ദുരൂഹതകളൊക്കെ കാണാമല്ലോ ഐസൻ ജോസ്. വിനോദ്, ഇപ്പോൾ നമുക്ക് ചൈനീസ് വിദേശകാര്യമന്ത്രി അജിത് ഡോവലുമായി സംസാരിച്ച വിഷയങ്ങളെ സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാകുന്നതിൽ നിന്നും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു നീക്കം ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതായത് ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ളൊരു നീക്കം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. ഇരു രാജ്യങ്ങളും ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം, സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ ചൈന എല്ലാ തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെയും എതിർക്കുന്നു എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അജിത് ഡോവലിനോട് അക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിലവിലെ സൂചനകളനുസരിച്ച് അല്ലെങ്കിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ചൈന ഈ വിഷയത്തിൽ കാര്യമായൊരു ഇടപെടൽ ഇനി നടത്തേണ്ടതില്ല എന്നൊരു താത്വികമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. തുടർ നടപടികളെല്ലാം തന്നെ നിലവിലെ സൂചനകളനുസരിച്ച് ചൈന ഈ വിഷയത്തിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, അവർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അവർ ഈ ഘട്ടത്തിലും ഈ രാത്രിയിലും അവരുടെ നയം സ്വീകരിച്ചത്. ഈ രാത്രിയിൽ അത് വ്യക്തമായതുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീ കൊച്ചാട്ടിൽ. ഐസൻ ജോസിലേക്ക് വീണ്ടും പോകുന്നു. ഐസൻ ജോസ്, ഇവിടെ കൊച്ചാട്ടിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം, പാകിസ്ഥാൻ എല്ലാവിധ ചതിപ്രയോഗത്തിലൂടെയും ഭാരതത്തെ ഏത് ഘട്ടത്തിലും ഭാരതത്തിനെതിരെ പോരാട്ടം അവർ നടത്താൻ ഏത് അവസരവും അവർ ഉപയോഗിക്കുന്നു. അതിന് യാതൊരു സത്യസന്ധതയുമില്ല, യാതൊരു വ്യവസ്ഥിതിയുമില്ല. ആരെ കൂട്ടുപിടിച്ചായാലും ഭാരതത്തിനെതിരായ ചതിപ്രയോഗങ്ങൾ അവർ തുടരുകയാണ് ഈ ഘട്ടത്തിലും. തീർച്ചയായും ഭാരതത്തിനെതിരായ ഇത്തരം ഒരു ചതിപ്രയോഗങ്ങൾ തുടരുകയാണ് എന്നത് തന്നെയാണ് നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള തുടർച്ചയായ ഇത്തരം നീക്കങ്ങൾ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിലേക്ക് കടന്നു കയറി ഈ പഹൽഗാം ആക്രമണം പോലുള്ള അതിക്രൂരമായ ആക്രമണം നടത്തുന്നു. അത് മുംബൈ ഭീകരാക്രമണമാകട്ടെ, അത്തരത്തിലുള്ള ഭീകരരെ കടത്തിവിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം തുടർച്ചയായി നടത്തുകയും ഇത്തരത്തിൽ തുടർച്ചയായി ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ നടത്തി ഭാരതത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന നീക്കങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുക, അങ്ങനെ ഭാരതത്തെ ഒരു അരക്ഷിതാവസ്ഥയിൽ കൊണ്ടുപോകുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് പാകിസ്ഥാനുള്ളത്. അതിന് ഭീകരരുടെ ഒരു പിന്തുണ നേടുന്നു. അത്തരത്തിലുള്ള പല അധാർമികമായ പ്രവർത്തികളും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ തുടർച്ചയായി വർഷങ്ങളായി പാകിസ്ഥാൻ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ നടപ്പിൽ വന്ന് 4 മണിക്കൂറിനകം തന്നെ അത് തിരുത്തുന്ന അല്ലെങ്കിൽ അത് ലംഘിക്കുന്ന ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തത്. ഇത്തരത്തിൽ അതെ, അങ്ങനെ തന്നെയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിലൂടെ അവരുടെ വാക്കുകൾക്ക് വിലയില്ല, അവർ ചതിപ്രയോഗം നടത്തിയെന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ രാത്രി നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാകിസ്ഥാനിലെ ജനങ്ങളെ ടെലിവിഷനിൽ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ്റെ വിജയമാണെന്ന് അവകാശപ്പെടുന്നതായിരുന്നു ഷഹബാസ് ഷെരീഫിൻ്റെ വാക്കുകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വാൻസിനും ഉൾപ്പെടെ നന്ദി പറഞ്ഞ ഷഹബാസ് ഷെരീഫ് US പിന്തുണ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി